എംപിമാരുടെ സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വങ്ങൾക്കിടെ കെ സുധാകരന് വേണ്ടി ഫേസ്ബുക്ക് പോസ്റ്റുമായി പേഴ്സണൽ സ്റ്റാഫ് ജയന്ത് ദിനേശ്. സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹം. സുധാകരൻ മത്സരിച്ചാൽ കണ്ണൂർ ജില്ലയിൽ UDFന് അനുകൂല തരംഗമുണ്ടാകുമെന്നും പോസ്റ്റിൽ ഉണ്ട്. നിഖിൽ അളവൂർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, കെ സുധാകരൻ പരസ്യമായി പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനും KPCC പ്രസിഡന്റിനുമൊക്കെ ഈ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിക്കേണ്ടതില്ല എന്ന് പറയേണ്ടി വരുന്നത്. ആ ഘട്ടത്തിൽ ഇപ്പോൾ കെ സുധാകരന് ഒപ്പമുള്ള ആളുകൾ, ഇത്തരത്തിൽ പേഴ്സണൽ സ്റ്റാഫായി നിൽക്കുന്ന ആളുകളൊക്കെ പോസ്റ്റുമായി രംഗത്ത് വരികയാണ്. സുധാകരനേക്കാൾ ഏറെ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള വാദങ്ങൾ ഉയർത്തുന്നു എന്ന ഒരു വിമർശനം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ സജീവമാകുന്നുണ്ട്. അതിനിടയിലാണ് ഏതായാലും കെ സുധാകരന്റെ പേഴ്സണൽ സ്റ്റാഫായ ജയന്ത് ദിനേശ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വളരെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കുറിപ്പുള്ളത്. അതിൽ 2016 ഉദുമയിലേക്ക് കെ സുധാകരൻ മത്സരിക്കാൻ പോയതും KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയതും ഉൾപ്പെടെ പറയുന്നുണ്ട്. ഇതിൽ പ്രധാനമായും പറയുന്ന കാര്യം, ഈ പാർട്ടി പറഞ്ഞപ്പോഴൊക്കെ പാർട്ടി പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിച്ച് മാറി നിൽക്കുകയും ഒക്കെ ചെയ്ത നേതാവാണ് കെ സുധാകരൻ. മാത്രമല്ല, പാർട്ടിക്ക് എല്ലാ കാലത്തും പാർട്ടി പ്രവർത്തകർക്കും പാർട്ടിക്കും സംരക്ഷണം നൽകിയ നേതാവാണ്. അങ്ങനെ ഒരു നേതാവിന് കോൺഗ്രസിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അദ്ദേഹത്തെ ഇത്തവണ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുക എന്നാണ് ജയന്ത് ദിനേശ് പറയുന്നത്. അതിനൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം, കെ സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ കണ്ണൂരിൽ മാത്രമല്ല സമീപ മണ്ഡലങ്ങളിലടക്കം UDFന് അനുകൂലമായ തരംഗം ഉണ്ടാകും എന്നാണ് പറയുന്നത്. മറ്റൊന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഈ കെ സുധാകരൻ മത്സരിക്കാത്ത ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ പ്രവർത്തകർ അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന കാര്യം കണ്ടറിയണം എന്ന രീതിയിൽ കൂടി ആ പോസ്റ്റിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും കെ സുധാകരന് സ്ഥാനാർത്ഥിത്വം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനൊപ്പമുള്ള ആളുകൾ തന്നെ ഇത്തരത്തിൽ ഈ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കാതെ ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകളും പരസ്യ പ്രതികരണങ്ങളും ഒക്കെ കാണുന്നത്. എന്തായാലും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ കെ സുധാകരനെ മത്സരിപ്പിക്കണം എന്ന ആവശ്യമാണ് സുധാകരന് ഒപ്പമുള്ളവർ പറയുന്നത്. ഇപ്പോൾ